രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചർച്ച നടത്തി. അതിനെ പല അർത്ഥത്തിൽ കാണുകയാണ് പലരും. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഒരു മതനേതാവ് അദ്ദേഹത്തിൻ്റെ ആകുലതകളും സംശയങ്ങളും പ്രതീക്ഷകളുമൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഒരു അപരാധമായി നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായ NK പ്രേമചന്ദ്രൻ MP-യെ ഒരു ഡിന്നറിന് വിളിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെ ഇന്നും ഒരു സംഖ്യയായി ചിത്രീകരിക്കുന്നവരുടെ നാടാണ് കേരളം. അതുപോലെ തന്നെ വയനാടിൻ്റെ MP-യായ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധി ഇതേ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ കുടിച്ചപ്പോൾ അതിലും സംഘിപ്പട്ടം ചാർത്തി സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചും അധിക്ഷേപിച്ചും കൊണ്ട് നടക്കുന്നവരുടെ നാടാണ് കേരളം. അതിൽ മുന്നിൽ നിന്നത് CPM-ൻ്റെ MP-യും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇക്കാര്യത്തിലും സൂക്ഷിക്കേണ്ടതുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ജോൺ ബ്രിട്ടാസ് MP നൽകിയത്. ലോകസഭയിൽ MP-മാർ ഒരു പ്രധാനമന്ത്രിയെ കാണുന്നതും ഒപ്പം ഒരു ചായ കുടിക്കുന്നതും തെറ്റാണെങ്കിൽ പിണറായി വിജയൻ 100 പ്രാവശ്യം തൊഴുത് കുമ്പിട്ട് നിന്നത് തെറ്റ് എന്ന് പറയാൻ ഈ ബ്രിട്ടാസിന് ഇതുവരെ നട്ടലുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ബ്രിട്ടാസുമാരെ ഇതിലും സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദിക്കൊപ്പം കൂടിക്കാഴ്ച നടത്തിയതിന് ഒരുപക്ഷെ കാന്തപുരം ഉസ്താദിനെയും ഈ ജോൺ ബ്രിട്ടാസ് അപമാനിച്ചു എന്ന് വരാം. നേരിട്ട് അപമാനിച്ചില്ലെങ്കിലും സൈബർ സഖാക്കൾക്ക് അതിൻ്റെ ചുമതല നൽകാനും സാധ്യതയുണ്ട്. അതാണ് ഇവരുടെ ചരിത്രം. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് BJP-യെ അകറ്റി നിർത്തുന്നൊരു പാരമ്പര്യം കേരളത്തിനുണ്ട്. എന്നാൽ BJP ആണെങ്കിൽ ഓരോ സീറ്റുകളും ഇങ്ങനെ കണ്ണുവെച്ച് നടക്കുകയും ചെയ്യുന്നു. പൂരം കലക്കിയിട്ട് വരെ തൃശ്ശൂർ പിടിച്ചെടുത്തതുപോലെ മുഖ്യമന്ത്രിയെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേടിയെടുത്ത വിജയങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെയും ചിലർ സംശയത്തോടെ കാണുന്നത്. എന്നാൽ ദില്ലിയിൽ ലോക് കല്യാൺ മാർഗിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്തി നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ചർച്ചയായിട്ടേയില്ല എന്നാണ് കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ സാന്നിധ്യത്തിൽ ഇന്നലെ രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി നടത്തിയ അരമണിക്കൂർ കൂടിക്കാഴ്ചയിൽ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനങ്ങളാൽ മുഖരിതമാകുന്ന ഈ റമദാൻ സന്ദേശം പ്രധാനമന്ത്രിക്ക് കൈമാറിയതായി കാന്തപുരം മുസ്ലിയാർ പറയുകയും ചെയ്തു. കാന്തപുരത്തിൻ്റെ മകനും SYS സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസരി, അതുപോലെ സമസ്ത കേരള ജമഅത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാവി തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമോ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ടില്ല എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിലർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാലേ മതിയാകുകയുള്ളൂ. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി നടത്തിയ കേരള യാത്രയിൽ കാസർഗോഡ് ഉള്ളാൽ മുതൽ തിരുവനന്തപുരം വരെ ഓരോ പ്രദേശത്തും റോഡും പാലവും വെള്ളവും വീടും ആശുപത്രി അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിരുന്നു. ഇവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു നിവേദനം കൊടുത്തിരുന്നു. ആ നിവേദനത്തിൻ്റെ കോപ്പി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കൊടുക്കണമെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ സമയം വാങ്ങിയിട്ടാണ് കാന്തപുരം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടത്. കേരളത്തിൻ്റെ കാര്യങ്ങളാണ് മുഴുവനും പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാമെന്നും നരേന്ദ്രമോദി പറഞ്ഞതായി കാന്തപുരം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇല്ല എന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നു. രാഷ്ട്രീയമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും തങ്ങൾ രാഷ്ട്രീയമില്ലാത്തവരാണെന്നും കാന്തപുരം വ്യക്തമാക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ നിലവിലുള്ള പോക്കിൽ തൃപ്തമാണോ എന്ന ചോദ്യത്തിന് അത് സംബന്ധിച്ച ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും റമദാനൊക്കെ കഴിഞ്ഞല്ലേ തെരഞ്ഞെടുപ്പ് വരികയെന്നും പറഞ്ഞ് ഇതിനെപ്പറ്റി ചർച്ച തുടങ്ങിയിട്ടില്ല എന്ന കാര്യം ഉറപ്പിക്കുകയാണ് കാന്തപുരം. അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എപ്പോഴും നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ല ഒരു തലമുറയ്ക്ക് വേണ്ടി, അതിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മതപണ്ഡിതനാണ്. അതുപ്രകാരം പ്രധാനമന്ത്രിയെ കണ്ട മുസ്ലിയാർ അലിഗഡ് സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ സ്ഥാപിച്ച് വർഷങ്ങളായിട്ടും
വേണ്ടത്ര പുരോഗതി വന്നിട്ടില്ല എന്ന കാര്യവും പ്രധാനമന്ത്രിക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതിനാലും വേണ്ടത്ര അധ്യാപകരില്ലാത്തതിനാലും പഠിക്കാൻ കുട്ടികളില്ലെന്നും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ദേശീയപാതാ വികസനത്തെക്കുറിച്ച് നരേന്ദ്രമോദി ഇങ്ങോട്ട് ചോദിച്ചുവെന്നാണ് കാന്തപുരം മുസ്ലിയാർ വ്യക്തമാക്കിയത്. ഏതായാലും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനും വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയും നിലകൊള്ളുന്ന ഒരു ദിശാനാശാലി അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടത് മറ്റൊരു രീതിയിലും കാണേണ്ടതില്ല എന്നാണ് നമ്മളുടെ അഭിപ്രായം. പക്ഷേ പ്രധാനമന്ത്രിയെ കണ്ടവരെ മുഴുവൻ ആക്ഷേപിക്കുകയും ലഭ്യം പറയുകയും ചെയ്യുന്ന ജോൺ ബ്രിട്ടാസിനെ പോലെ ഉള്ളവരെ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇരട്ടത്താപ്പ് കാണിക്കാനും ജോൺ ബ്രിട്ടാസ് മിടുക്കനാണ്.